ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ആത്മാഫാക്കിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഈ ഷ്രോഡിഞ്ചർ കാറ്റ് എന്ന് പറഞ്ഞ ഇതെടുക്കാനൊരു റീസൺ ഉണ്ട്. നമുക്ക് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഈ ഷ്രോഡിഞ്ചർ കാറ്റ് എടുത്തത്. ഷ്രോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെൻറ്റും അത്യാവശ്യത്തിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷ്രോഡിഞ്ചർ കാറ്റ് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കോട്ടോട് തുടങ്ങാം. ദ ട്രൂ മീനിങ് ഓഫ് സയൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് എവരിബഡി ആൻഡ് ഷുഡ് ബി ദ പ്രോപ്പർട്ടി ഓഫ് ഓൾ. ഇത് നമ്മുടെ CV രാമൻ, ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ പറഞ്ഞ വരികളാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അത് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്നതാവണം. അതേപോലെ എന്താവണം? എല്ലാവരുടേതും ആവണം. അതായത് നമ്മുടെ ചുറ്റുപാടും ഒരു ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിക്ക് ആയാലാണ് സയൻസിന് യഥാർത്ഥ അർത്ഥം ഉണ്ടാവുള്ളൂ, അത് അർത്ഥമൂല്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് നേരം കളയാതെ നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെന്തായിരുന്നു എക്സ്പെരിമെൻറ്റ്? ഷ്രോഡിഞ്ചർ കാറ്റ്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് പറയാൻ പറ്റുന്ന രീതിക്ക് ഹൈപ്പോത്തറ്റിക്കൽ ഡയഗ്രാം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പെട്ടി, 2 ബോക്സ് കാണാം, പിന്നെ ഒരു ബീക്കർ പോലെ തോന്നിക്കുന്ന 2 സാധനങ്ങൾ കാണാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂച്ചേനെ ഒരു പെട്ടിയുടെ ഉള്ളിലിട്ട് അടക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പലാണ്. അപ്പോൾ നമുക്ക് ഹൈപ്പോത്തറ്റിക്കലി, അതായത് ആ പൂച്ചേനെ കൊല്ലാൻ ശേഷിയുള്ള ഒരു വസ്തു എന്ത് ചെയ്യുന്നു? ആ പെട്ടിയുടെ ഉള്ളിൽ നമ്മൾ വയ്ക്കുന്നു. ആ പെട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് ആ പെട്ടി നമ്മൾ ക്ലോസ് ചെയ്യണം. ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന പെട്ടി ഉള്ളിൽ ഇപ്പോൾ എന്തുണ്ട്? ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്. അതേപോലെ എന്തുണ്ട്? ഈ പറയുന്ന പോലെ പൂച്ചയുണ്ട്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കത് റേഡിയോ ആക്റ്റീവ് ശരിക്കും അതിൻ്റെ അർത്ഥത്തിൽ എടുക്കണമെന്നില്ല. അതായത് പൂച്ചേനെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിചാരിക്കുക തൽക്കാലത്തേക്ക്. അപ്പോൾ എന്നിട്ട് നമ്മൾ പെട്ടി പൂട്ടി, ഇൻസുലേഷനൊക്കെ വെച്ച് പൂട്ടി നല്ല സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കേസ് വരുന്നുണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് ഉള്ളിൽ നോക്കിയപ്പോൾ, പുറത്തുനിന്ന് നോക്കിയാൽ പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്ന് കാണില്ല. പൂച്ച എന്താ ചെയ്യണമെന്നോ ഈ മെറ്റീരിയൽ എവിടെയുള്ളതെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടിയിലിരിക്കുന്ന ഈ പൂച്ച മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ? രണ്ടിനും എന്താണ്? ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെ 50-50 ചാൻസ് ആണ്. പക്ഷെ എപ്പോഴേ അറിയുള്ളൂ, ആ പെട്ടി തുറന്നാലേ അറിയുള്ളൂ ആ പൂച്ച ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അത് ആ ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഈ ഷ്രോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതായത് 2 ചാൻസ്, ഇപ്പോൾ അതിനകത്ത് 3A 3B എന്ന് പറയും. ഇപ്പോൾ 3A 3B എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആ പെട്ടി തുറക്കണു, ആ പെട്ടിയുടെ ഇൻസുലേഷനൊക്കെ പിടിച്ച് പെട്ടി തുറന്ന ഉടനെ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഈ പൂച്ച പുറത്തേക്ക് ചാടാം. പൂച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ മരണപ്രാളം പിടിച്ച് അത്രയും ഇതിലായിരിക്കും ചിലപ്പോൾ പൂച്ച ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പെട്ടി തുറന്ന ഉടനെ ചിലപ്പോൾ പൂച്ച പുറത്തേക്ക് ചാടും. എന്നാൽ മറ്റേ കേസിൽ എന്താണ്? നമ്മൾ ചിലപ്പോൾ ഈ പെട്ടി വേറെ ഈ പെട്ടി എല്ലാം കൂടി എടുത്ത് തുറന്ന് നോക്കുമ്പോഴേക്ക് പൂച്ച മരിച്ചു കിടക്കണം കാണാം. ഇതാണ് 2 കേസ്. ഇനി ഈ പറഞ്ഞ ഇതൊരു സയൻസ് എക്സ്പെരിമെൻ്റ് ആണ്, ഒരു തിയറിറ്റിക്കൽ എക്സ്പെരിമെൻ്റ് ആണ്. ഇതിന് നമുക്ക് വേറെ രീതിക്കും ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് പല ആൾക്കാർക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കാര്യം നടക്കുമ്പോൾ ആ വസ്തു, അതൊരു എക്സ്പെരിമെൻറ്റ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം എടുത്താലും അതൊരു എക്സ്പെരിമെൻ്റ് ആണല്ലോ. ആ ഒരു എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ റിസൾട്ട് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്ന ഇതുണ്ട്. അതായത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ആ ഒരു മൊമെൻറ്റ്, ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് എടുക്കുക വെച്ചാൽ ആ ഫുട്ബോൾ മാച്ചിൻ്റെ 89 മിനിറ്റ് ആയാൽ പോലും അതിൽ നമുക്ക് എന്താണ് ജയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേ രീതിക്ക് തന്നെയാണ്. അതായത് ആ ഒരു എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആവാതെ നമുക്ക് അതിൻ്റെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആയി എന്ന് അതായത് നമ്മുടെ ഈ കേസിൽ ആ പെട്ടി തുറന്നു, ആ തുറന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നുള്ളൂ? എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ കാറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ നല്ലൊരു സയൻസ് തിയറിയോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്റ്റായിട്ട് പിന്നെ ഒരു ദിവസം കാണാം. താങ്ക് യു.